വളരെയേറെ പവിത്രമായ ഒരു മാസത്തിലാണ് നാം സന്നിധരായിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ നമുക്കൊരിക്കൽ കൂടെ ഈ പവിത്രമായ മാസം കടന്നു പോകാനും നമ്മുടെ സൃഷ്ടാവിൻ്റെ ഇച്ഛകൾക്കൊത്ത് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുമുള്ള വലിയ ഭാഗ്യം സിദ്ധിച്ചിരിക്കുകയാണ്. യാ അയ്യുഹന്നാസ് കുത്തിബ അലൈക്കുമുസ്സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയായിരുന്നു, നിങ്ങൾക്ക് മുമ്പുള്ള തലമുറകളിൽ നാം നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോമ്പ് നോൽക്കാൻ ബാധ്യസ്ഥരാണ് എന്ന കൽപ്പന അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. പക്ഷെ മുൻകഴിഞ്ഞു പോയ തലമുറകളിൽ നോമ്പ് നിർബന്ധമാക്കിയത് എന്തുകൊണ്ടാണ് എന്ന് അള്ളാഹു നമ്മോട് വിവക്ഷിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്തുകൊണ്ടാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്. ജനങ്ങൾക്ക്, ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും പ്രകാശമായിക്കൊണ്ട്, വെളിച്ചമായിക്കൊണ്ട്, വഴികാട്ടിയായിക്കൊണ്ട്, വലിയൊരു അനുഗ്രഹമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖാന്തിരം അല്ലെങ്കിൽ മുഖേന മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകർക്ക് സമ്മാനിച്ച ഒരവസരമാണ് റമളാൻ എന്നത് നമുക്കറിയാം. അതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആരാണോ അതിൽ ഫമൻ ഷഹിദ, അതിൽ ആരാണോ സാക്ഷിയായുള്ളത്, അതിൽ ആരാണോ ജീവിച്ചിരിക്കുന്നത്, ഫസ്മുഹു, അവർ നോമ്പ് നോറ്റുകൊള്ളട്ടെ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ടാണ് നാം ഒക്കെ ഓരോരുത്തരും നോമ്പ് നോറ്റുകൊണ്ട് അള്ളാഹിൻ്റെ ഭവനത്തിൽ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ ഉദാത്തമായ രീതിയിലാണ് എന്ന് അള്ളാഹു നമ്മോട് പറയുകയാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. സാധാരണ ലോകത്തെ മറ്റിതര ജന്തുജാലങ്ങളെ സൃഷ്ടിച്ചതുപോലെയല്ല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയേ അല്ല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സംവദിക്കുകയാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. വളരെ ഉന്നതമായ, ശ്രേഷ്ഠമായ ഒരു രൂപത്തോടു കൂടിയാണ്, അവസ്ഥയോടു കൂടിയാണ് നമ്മെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നർത്ഥം. എന്താണ് ശ്രേഷ്ഠമായ രൂപം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുന്നുണ്ട്. വലഖദ് കറംനാ ബനി ആദം. അവിടെ നിർത്തിയിട്ടില്ല, ഈ ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്നുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. അപ്പോൾ മനുഷ്യനെ ശ്രേഷ്ഠമായി, ഉത്കൃഷ്ടമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുകയും അതോടൊപ്പം തന്നെ മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഏത് രൂപത്തിലാണ് നമ്മളുടെ ശ്രേഷ്ഠത നിലനിൽക്കുന്നത്? ഏത് രൂപത്തിലുള്ള ഒരു ആദരവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ ചൊരിഞ്ഞിട്ടുള്ളത്? ആ ആദരവിനെ സംബന്ധിച്ച്, ആ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് മനുഷ്യൻ ആലോചിക്കാത്തത് എന്നതിനെ സംബന്ധിച്ചും നാം മനസ്സിലാക്കേണ്ടതാണ്. അഫല തതദബ്ബറൂനൽ ഖുർആൻ. ഈ ഖുർആനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യമാണ്. അള്ളാഹു നമുക്കായിട്ട് വെളിച്ചമായിക്കൊണ്ട് ഇറക്കി തന്നിട്ടുള്ള ഈ ഖുർആൻ, പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ എന്നതിനെ സംബന്ധിച്ചാണ് അള്ളാഹു നമ്മോട് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ റമളാൻ മാസം ആ ഖുർആന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഖുർആനെ സംബന്ധിച്ച് നാം ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി വരികയാണ്. പരിശുദ്ധ ഖുർആൻ ഏതൊക്കെ നിലക്കാണ് മനുഷ്യനുമായിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നാം ഓർക്കേണ്ടതാണ്. വ്യത്യസ്തമായ ഘടകങ്ങളാണ് പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഒരാൾ നോക്കിക്കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമതായി പരിശുദ്ധ ഖുർആനെ ക്രോഡീകരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്ത രൂപത്തിലല്ല നമ്മളുടെ കൈകളിൽ പരിശുദ്ധ ഖുർആൻ ഉള്ളത്. അതിനുശേഷം വന്ന ഖുലഫായി റാഷിദീങ്ങളിൽപ്പെട്ട ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് അത് പരിപൂർണമായ രീതിയിൽ ക്രോഡീകരിക്കുകയും നമ്മുടെ സമക്ഷമുള്ള ഈ ഒരു പരിശുദ്ധ ഖുർആനായി നമ്മുടെ കൈകളിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത് എന്ന് ഈ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
അങ്ങനെ ക്രോഡീകരണം, പക്ഷേ അതൊരു കേവല ക്രോഡീകരണമല്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച രൂപത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയ രൂപത്തിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശങ്ങൾ നൽകിയ രൂപത്തിൽ അത് ക്രോഡീകരിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം വിശ്വാസികൾ. അതിൽ തർക്കമില്ല. അങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടതിൽ ആദ്യമായി വരുന്ന വാക്ക് കേവലം യാദൃശ്ചികമാകാൻ ഇടയില്ലല്ലോ. പരിശുദ്ധ ഖുർആൻ തുറക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണുന്ന വാക്ക് ഏതാണ്? ആദ്യം കാണുന്ന വാക്ക് അൽഹംദുലില്ലാ എന്ന വാക്കാണ്. പരിശുദ്ധ ഖുർആൻ ക്രോഡീകരണത്തിന് ശേഷം ഒരാൾ ആദ്യം മുതൽ അത് ഓതണം, വായിക്കണം, പഠിക്കണം എന്ന് തീരുമാനിച്ചാൽ അതിൽ ആദ്യം കാണുന്ന വാക്ക് അൽഹംദുലില്ലാ എന്ന വാക്കാണ്. അൽഹംദുലില്ലാ എന്ന വാക്കിൽ നിന്ന് കോർത്തിണക്കിക്കൊണ്ട് അതൊരു വാക്യരൂപത്തിലേക്ക് പോകുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ പ്രപഞ്ചമാകെ സൃഷ്ടിച്ചിട്ടുള്ള റബ്ബുൽ ആലമീനായ നാഥന് സർവസ്തുതിയും എന്നതാണ് ഒരു മനുഷ്യൻ പരിശുദ്ധ ഖുർആനെ സമീപിക്കുമ്പോൾ ആദ്യമായി പറയേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നു. എന്തിനാണ് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്? എങ്ങനെയാണ് നമുക്കത് പറയാൻ സാധിക്കുക? സൂറത്ത് ഫാത്തിഹയുടെ ആരംഭമാണല്ലോ അത്, അല്ലേ? സൂറത്ത് ഫാത്തിഹ ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. ഏറ്റവും അധികം സ്തോത്രം നാം നൽകേണ്ടത്, സർവസ്തുതിയും, ഞാൻ എൻ്റെ സർവസ്വവും സമർപ്പിക്കാൻ തയ്യാറായിട്ടുള്ളത് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലാണ് എന്ന പ്രഖ്യാപനമാണ് പരിശുദ്ധ ഖുർആന്റെ ആദ്യത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. പക്ഷെ അതൊരു മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ? കാര്യം മനുഷ്യൻ എന്ന് പറയുന്നത് വലിയ യുക്തിപരമായ ചിന്തകളുടെ അല്ലെങ്കിൽ സത്യാസത്യങ്ങളുടെ വേർതിരിവിലൂടെ അല്ലെങ്കിൽ വളരെ കൃത്യമായി അതിൻ്റെ ഇടയിലൂടെ നൂർന്നിറങ്ങിക്കൊണ്ട് അതിനെ സംബന്ധിച്ച് പേർത്തും ആലോചിച്ചുകൊണ്ട് തൻ്റെ വിമർശനാത്മകമായ ബുദ്ധി ചെലുത്തിക്കൊണ്ട് ഇതിലേത് ശരി ഏത് തെറ്റ് എന്ന് ഒരുപാട് തവണ ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവനാണ് മനുഷ്യൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനെ വേറിട്ടവനായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നമുക്കറിയാം, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെ ആ രൂപത്തിലാണ്. സൂറത്ത് ബഖറയിൽ 30 മുതലുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വൈദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, നാം ഇതാ ഭൂമിയിലേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചു വിടാൻ പോകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു രംഗം സൂറത്ത് ബഖറയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ആ മലക്കുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തിനാണ് ഈ വിഭാഗം ആളുകളെ സൃഷ്ടിക്കുന്നത്? ഖാലു അതജഅലു ഫിഹാ മൻ യുഫ്സിദു ഫിഹാ, ഈ ആളുകളെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അല്ലാഹുവേ നാഥ നീ സൃഷ്ടിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ച സമയത്ത് അവരതിനൊരു ന്യായം കൂടെ അവിടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. എന്താണത്? ഈ ആളുകളുണ്ടല്ലോ, നിന്നെ സ്തോത്രം ചെയ്യുന്നതിന് വേണ്ടിയാണെങ്കിൽ, നിന്നിൽ ആരാധനകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ, നിന്നെ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടിയാണെങ്കിൽ, നിന്നെ തസ്ബീഹ് ചെയ്യുന്നതിന് വേണ്ടിയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്നതാണ് അവരുടെ ചോദ്യം ഉണ്ടായിരുന്നത്. എന്തിനാണ് ഞങ്ങൾക്ക് പകരം അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന വിഭാഗത്തെ സൃഷ്ടിച്ചു വിടുന്നത് എന്ന ചോദ്യം വളരെ വളരെ പ്രസക്തമായിട്ട് സൂറത്ത് ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അല്ലാഹു നമ്മുടെ മുമ്പാകെ ഇത് വെക്കുന്നത്? മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് മനുഷ്യനെ വെറുതെ കേവലമായി സൃഷ്ടിക്കുകയല്ല, തനിക്ക് ആരാധനകൾ അർപ്പിക്കുന്നതിന് വേണ്ടി, തന്നെ സ്തുതി പാടുന്നതിന് വേണ്ടി, തനിക്ക് ഹംദ് അർപ്പിക്കുന്നതിന് വേണ്ടി, തന്നെ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി കേവലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതല്ല മനുഷ്യനെ എന്നും അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ലക്ഷ്യമുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്നതും അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് നമുക്കറിയാം എന്ന് അല്ലാഹു അവിടെ പറയുന്നുണ്ട്. അപ്പം എന്താണ് മലക്കുകൾക്കറിയാത്ത ആ കാര്യം? ഒരു മഹത്തായ കാര്യം. അതിനെ തുടർന്നുള്ള ആയത്തുകളിൽ ആ രംഗത്തിൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ള എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു ആദമിന് അസ്മാ കുല്ലഹ, ഒരുപാട് നാമങ്ങൾ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ഈ പ്രപഞ്ചത്തിലെ നാമങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുത്തു. നാമം എന്ന് പറയുന്നത് നമുക്കറിയാം, നാമം കേവലം ഒരു നാമമല്ല. നാമം എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റിയാണ്. അഥവാ ഒരു വസ്തുവിൻ്റെ ഒരു അവസ്ഥയുടെ ആഴങ്ങളിലേക്കുള്ള സഞ്ചാരത്തിനുള്ള പ്രവേശ കവാടമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ മനുഷ്യന് മുമ്പിൽ തുറന്നു കൊടുത്തിരിക്കുന്നത് എന്നർത്ഥം. അങ്ങനെ ആദമിന് നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം മലക്കുകളെ വിളിച്ചു നിങ്ങളത് പറയുക എന്നാവശ്യപ്പെട്ടതിന് ശേഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ട് അത് പറയിപ്പിക്കുന്ന ഒരു രംഗവും അവിടെ തന്നെ നമ്മൾ സാക്ഷിയാവുകയാണ്.
അങ്ങനെ പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വൈദ് ഖുൽനാ ലിൽ മലായിക്കത്തിനോട് ആവശ്യപ്പെടുന്നത് സുജുദു, നിങ്ങൾ സുജൂദ് ചെയ്യുക. എവിടെ? ലി ആദം, ആദമിന് മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യുക. ഫസജദു, അവർ സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ്, അവിടെ ഒരാൾ സുജൂദ് ചെയ്തില്ല. ഈ കഥ നമുക്കറിയാവുന്നതാണ്. ആരാണ് സുജൂദ് ചെയ്യാതിരുന്നത്? ഇബ്ലീസ്. ഇബ്ലീസ് അവിടെ സുജൂദ് ചെയ്തില്ല. അപ്പൊ ഇബ്ലീസ് സുജൂദ് ചെയ്യാതിരിക്കാൻ കാരണവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞിട്ടുണ്ട്. അബാ വസ്തക്ബർ, അവൻ ധിക്കാരികളിൽപ്പെട്ടവനാണ്, മാത്രമല്ല അവൻ കാഫിരീങ്ങളിൽപ്പെട്ടവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയാം. അപ്പൊ ആരാണ് ഒരു ധിക്കാരി, ആരാണ് ഒരു കാഫിർ എന്നുള്ളത് അവിടെ കൃത്യമായി നമ്മളുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. മനുഷ്യന് സുജൂദ് ചെയ്യാത്തത് കൊണ്ടല്ല ഒരാൾ ധിക്കാരിയാകുന്നത്, ഒരാൾ കാഫിറാകുന്നത്. എന്നാൽ ആ രംഗത്തിന്റെ തുടക്കം മുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിലെ നാമങ്ങളെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും എന്നിട്ട് ആ അറിവിന് മുമ്പിൽ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയും അതിൽ ധിക്കാരപരമായ സമീപനം ഇബ്ലീസ് കൈക്കൊള്ളുകയും ചെയ്തു എന്നതാണ് നമുക്കതിൽ നിന്ന് ബോധ്യമാകുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അറിവിന് മുമ്പിൽ നന്മ കീഴൊതുങ്ങുകയും തിന്മ മുഖം കോട്ടി വിട്ടകലുകയും ചെയ്യും എന്നത് അതിൽ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ്. എല്ലാ നന്മകളും മനുഷ്യന് മുമ്പേ അറിവിന് മുമ്പിൽ കീഴൊതുങ്ങും എന്നതാണ്. അപ്പൊ അതിന് പക്ഷേ യഥാർത്ഥ അറിവിലേക്ക് മനുഷ്യൻ നയിക്കപ്പെടണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ചോദിച്ചത്, നിങ്ങൾ ഈ ഖുർആനെ പറ്റി ആലോചിക്കുന്നില്ലേ, ഉറ്റാലോചിക്കുന്നില്ലേ എന്നുള്ളത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് ഇത് മനുഷ്യനെ നയിക്കുന്നു എന്ന് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഫബശ്ശിരിൽ മുഅ്മിനീൻ, ഇതിൽ വിശ്വസിച്ച ആളുകൾക്ക് വലിയ സന്തോഷ വാർത്തയുണ്ട് എന്നെന്താണ് നമ്മൾ ഉൾക്കൊള്ളാത്തത്? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഖുർആൻ കേവലം ഖുർആൻ അല്ല എന്നും ഇത് യഹ്ദീ ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗം, ഏറ്റവും ഉത്കൃഷ്ടമായ മാർഗം, മനുഷ്യനെ അവന്റെ ആ ജന്മത്തിന്റെ ലക്ഷ്യം എന്താണോ, അവനെ ഏത് രൂപത്തിലാണോ സൃഷ്ടിച്ചിരിക്കുന്നത്, ആ അഹ്സൻ തക്വീം എന്ന രൂപത്തിലേക്ക് അവനെ ഉയർത്തുന്നതിന് വേണ്ടി, അഥവാ മറ്റിതര കേവലം ജന്തുജാലമായിട്ട് അവൻ അധപ്പതിച്ചു പോകാതിരിക്കാൻ, മറ്റിതര ജന്തുജാലങ്ങളെ പോലെ കേവലമായ അസാംസ്കാരികമായ അധാർമികമായ മൂല്യരഹിതമായ ഒരു ജീവിതം നയിക്കാതിരിക്കാൻ, ഏറ്റവും മൂല്യാധിഷ്ഠിതമായ ഉത്കൃഷ്ടമായ സാംസ്കാരികമായ ഔന്നിത്യമുള്ള ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജീവിതം അവൻ നയിക്കാൻ അവന്റെ അറിവ് അവൻ ഉതകണം എന്നുള്ളത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വിവക്ഷിക്കുന്നത്. അപ്പൊ കേവലമായ ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനല്ല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ നിന്റെ ചുറ്റുമൊന്ന് നോക്കൂ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശത്തെയും ഭൂമിയെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, ഈ രാവും പകലും മാറി മാറി വരുന്ന കാഴ്ച നീ കാണുന്നില്ലേ? ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചെടുത്ത് രാവും പകലും മാറി വരുമ്പോ, അപ്പൊ ആകാശത്തേക്ക് അവൻ നോക്കുമ്പോ കോടാനുകോടി നക്ഷത്രങ്ങൾ അവൻ കാണുകയാണ്. ആകാശത്തേക്ക് അവൻ നോക്കുമ്പോ അത്ഭുതകരമായ കാഴ്ചകൾ കാണുകയാണ്. അവനിലേക്ക്, അവന്റെ ഭൂമിയിലേക്ക് അവൻ കണ്ണോടിക്കുന്ന സമയത്ത് അവന്റെ ചുറ്റും ധാരാളമായി കാഴ്ചകൾ കാണുകയാണ്. അവന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും ഗോചരമായതും അല്ലാത്തതുമായ കാഴ്ചകൾ, കാണാൻ പറ്റുന്നതും കാണാത്തതുമായ കാഴ്ചകൾ, ഏറ്റവും കണ്ണിന് ഗോചരമല്ലാത്ത ബാക്ടീരിയ മുതൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അണുക്കൾ മുതൽ കണ്ണുകൊണ്ട് കാണാൻ, വലിപ്പം കൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും വലിയ ജീവികൾ വരെ നമ്മുടെ നാട്ടിൽ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത്തരം സംഗതികളിലേക്ക് അവന്റെ കണ്ണുകൾ പോകുന്ന സമയത്ത് അവിടെ അവൻ കാണുകയാണ്, ആകാശത്തിലും ഭൂമിയിലും സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ അവൻ കാണുകയാണ്. ഈ പ്രപഞ്ചമാകെ അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയായിട്ട് അവൻ അനുഭവപ്പെടുകയാണ്. ധാരാളം കാര്യങ്ങൾ. അതുപോലെ തന്നെ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, സൂര്യനും ചന്ദ്രനും ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അതും അവന്റെ കണ്ണിൽ വലിയ അത്ഭുതങ്ങളാണ്. സൂറത്തു യാസീനിലെ മറ്റൊരായത്തുണ്ട്, വശംസു തജ്രി ലിമുസ്തഖരി ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ അഅദകൽ ഉർജൂനിൽ ഖദീം ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ഇതൊക്കെ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ വല്ലാത്ത കൽപ്പനയനുസരിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ കൽപ്പനയനുസരിച്ച് യാതൊരു തരത്തിലുള്ള ന്യൂനതകളുമില്ലാതെ, യാതൊരു തരത്തിലുള്ള പോരായ്മകളുമില്ലാതെ അങ്ങനെ അനുസ്യൂത
പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ എന്ന വാക്ക് അതിമനോഹരമായിട്ട് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെച്ചതാണ്. ഒന്നിലും ഒരു ന്യൂനത നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലാകട്ടെ, ഈ രാപ്പകലുകൾ മാറി വരുന്നതിലാകട്ടെ, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കോടാനുകോടി നക്ഷത്ര വ്യൂഹങ്ങൾ, സൂര്യചന്ദ്രാദികൾ ഒക്കെയും ചലിക്കുന്ന ആ പ്രവർത്തനങ്ങളിലാവട്ടെ യാതൊരു തരത്തിലുള്ള ന്യൂനതയും ഒരു മനുഷ്യന് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നർത്ഥം. മറിച്ച് ഇതൊക്കെയും അവനിങ്ങനെ നോക്കുന്ന സമയത്ത് ഒന്ന് കാണുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക്, അത് കാണുമ്പോൾ അതിനപ്പുറത്തേക്ക് അവൻ്റെ ചിന്തയെ നയിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് അവനെ ഓരോ അണുവും ഓരോ വസ്തുവും അവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അതിനെ സംബന്ധിച്ച് ആലോചിക്കുകയാണ്. അങ്ങനെ ഉറ്റാലോചിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ ഒരേ ഒരു നാമം മാത്രം വന്ന് നിറയുകയാണ്. ഈ സർവസ്വവും സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതൊന്നും കേവലമായി ഉണ്ടായതല്ല എന്നവന് ബോധ്യപ്പെടുകയാണ്. ഇതൊന്നും വെറുതെ ഒരു നാൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഉണ്ടായതല്ല എന്ന് അവന് ബോധ്യപ്പെടുകയാണ്. അവൻ അതിൻ്റെ പിന്നിൽ പഠനം നടത്തുന്ന സമയത്ത് ഇതൊക്കെയും ആരോ ഒരാൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്, ഇതിൻ്റെ പിന്നിലൊക്കെയും ഒരു അമാനുഷികമായ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നവന് ബോധ്യപ്പെടുകയാണ്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ ഉള്ളിൽ മുഴുവൻ അല്ലാഹു അല്ലാഹു എന്ന നാമം വന്ന് നിറയുന്ന ഒരു ഘട്ടമുണ്ടാകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അവൻ്റെ ഹൃദയം അങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെയും അല്ലാ അല്ലാ എന്ന നാമത്തിലായിരിക്കും. അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലദീന യദ്കുറൂന. അവനിങ്ങനെ അള്ളാന്റെ നാമം ഉച്ചരിച്ചു കൊണ്ടിരിക്കും. എവിടെ, എപ്പോഴൊക്കെ? ഖിയാമൻ, നിന്നുകൊണ്ട്, വഖുഊദൻ, ഇരുന്നുകൊണ്ട്, വഅലാ ജുനൂബിഹിം, കിടന്നുകൊണ്ടും. അപ്പോൾ നിന്നും ഇരുന്നും കിടന്നും അവൻ്റെ എല്ലാ കാഴ്ചകളിലും അവൻ കാണുന്ന ഓരോ അണുവിലും ഓരോ ചുറ്റുപാടിലും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്തിത്വത്തെ, സ്വത്വത്തെ അവൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന അവൻ്റെ ഉള്ളിൽ വയതഫക്കറൂൻ, അവനിങ്ങനെ ചിന്തിച്ച് ഉറ്റാലോചിക്കുകയാണ്. ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്. അപ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയെ സംബന്ധിച്ച് ആൽ ഇംറാനിൽ 191 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്താണ്? റബ്ബനാ, നാഥ, മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ. ഇതൊന്നും തന്നെ നീ വെറുതെ അങ്ങോട്ട് സൃഷ്ടിച്ചതല്ല, ബാത്തിലായി സൃഷ്ടിച്ചതല്ല, നിഷ്ഫലമായി സൃഷ്ടിച്ചതല്ല, കേവലമായി സൃഷ്ടിച്ചതല്ല. വെറുതെ ഇതൊന്നും, ഈ സൃഷ്ടിപ്പൊന്നും തന്നെ വെറുതെ അല്ല. മറിച്ച് എന്താണ്? ഇതൊക്കെയും ഞാനെന്ന മനുഷ്യന്, ഞാനെന്ന ജീവിക്ക്, ഞാനെന്ന സൃഷ്ടിക്ക് അവൻ്റെ സൃഷ്ടാവിനെ കണ്ടെത്താനുള്ള രൂപമായിക്കൊണ്ട് നീ സൃഷ്ടിച്ചു വെച്ചതാണ് എന്ന മനുഷ്യൻ്റെ വല്ലാത്തൊരു ബോധ്യത്തിലേക്ക് ഈ ഖുർആൻ അവനെ നയിക്കും. അപ്പോൾ അവന് പറയും, സുബ്ഹാനക ഫഖിന അദാബന്നാർ. അങ്ങനെ അല്ലാതെ ഞാൻ ആലോചിച്ചു പോയിട്ടുണ്ടെങ്കിൽ നാഥ, നീ എന്നെ നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കണമേ എന്നുള്ള അവൻ്റെ പ്രാർത്ഥനയും അവിടെ വരും. അപ്പോൾ അത്രമാത്രം ഉത്കൃഷ്ടമായ രീതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു വെച്ചിട്ട് മനുഷ്യൻ പക്ഷേ നമുക്കറിയാം അസാംസ്കാരികമായ, അധാർമികമായ മൂല്യച്യുതികളുടെ പിന്നാലെയുള്ള ഒരു ഒഴുക്കിലാണ് അവൻ പെട്ടുപോയിട്ടുള്ളത്. അവൻ ഈ ഖുർആനെ സംബന്ധിച്ച് ആലോചിക്കുന്നില്ല എന്നർത്ഥം. ഈ റമളാൻ അങ്ങനെ ഖുർആനെ സംബന്ധിച്ച് ആലോചിക്കാനുള്ള ഒരു അവസരം വന്നെത്തിയിട്ട് അവൻ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ല എങ്കിൽ എത്രമാത്രം നഷ്ടകാരിൽ അവൻ പെട്ടുപോകും എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം. അടുത്ത ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ആളുകളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് വേണ്ടി സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. വലക്കത് ദറാന ലി ജഹന്നം. നരകത്തിലേക്ക് വേണ്ടി ഒരുപാട് പേരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. കസീറൻ, ധാരാളം ആളുകളെ. എവിടെ നിന്ന്? മിനൽ ജിന്നി വൽ ഇൻസ്. ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്നും ഇൻസുകളുടെ കൂട്ടത്തിൽ നിന്നും അള്ളാഹു ധാരാളം പേരെ നരകത്തിലേക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർ നരകത്തിലേക്ക് വെറുതെ എത്തിച്ചേരുകയല്ല. അവരെന്തുകൊണ്ടാണ് നരകത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് അള്ളാഹു ഇവിടെ മനോഹരമായിട്ട് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ലഹും ഖുലൂബുൻ, അവർക്ക് നാം ഒരു ഹൃദയം നൽകി. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, എന്നാ അത് വെച്ച് അവർ ഗ്രഹിക്കാൻ തയ്യാറായില്ല. നോക്കണം നിങ്ങൾ, ഹൃദയം നൽകി എന്നാണ് ഈ ആയത്തിൽ ഇവിടെ ആദ്യം പറഞ്ഞത് കേട്ടോ. ഹൃദയം നൽകി എന്നാണ് പറഞ്ഞത്. മറ്റൊരായത്തിൽ പറഞ്ഞിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ അറിയാം നിങ്ങൾക്ക്? വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈഅ. മനുഷ്യന്റെ അവസ്ഥയെ സംബന്ധിച്ച് അല്ലാഹു വളരെ കൃത്യമായിട്ട് പറയാണ്. മനുഷ്യന്റെ അവസ്ഥ എന്താ? മനുഷ്യനൊരു ജീവി എന്നുള്ള നിലക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ അഹ്സനു തക്വീം ഒക്കെയാണ് മനുഷ്യൻ.
പക്ഷെ ജന്മം കൊണ്ടൊരു മനുഷ്യൻ എന്ന് പറയുന്നത് ഇത്ര ദുർബലമായ വേറൊരു ജീവി ഭൂമുഖത്തില്ല. മറ്റെല്ലാ ജീവികളെക്കാളും ദുർബലമായ അവസ്ഥയിലാണ് മനുഷ്യൻ ജന്മം കൊണ്ടുണ്ടാവുക. എന്നാൽ അവന്റെ കർമ്മം കൊണ്ട്, അവന്റെ വളർച്ചയിലൂടെ അവൻ ലോകത്തെ മുഴുവൻ ജന്തുജാലങ്ങളെക്കാളും ശക്തനായി വളർന്നു വരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഒരു വളർച്ച കൊണ്ട് ലോകത്തെ മുഴുവൻ ജന്തുജാലങ്ങളെയും ഒരു തട്ടിൽ വെച്ചാൽ, മറ്റൊരു തട്ടിൽ ഒരു മനുഷ്യനെയും വെച്ചാൽ അവന്റെ തട്ട് കനം തൂങ്ങി നിൽക്കും എന്നത് നമുക്കറിയാം. കാര്യം മനുഷ്യൻ അവന്റെ ബൗദ്ധികമായ ജ്ഞാനങ്ങൾ കൊണ്ട്, അവന്റെ കർമ്മശേഷി കൊണ്ട്, അവന്റെ വിരൽ തുമ്പിൽ ലോകത്തെ മുഴുവൻ ജന്തുജാലങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ലോകത്തെ എല്ലാ ജന്തുജാലങ്ങൾ വിചാരിച്ചാലും ഒരു മനുഷ്യന് തുല്യമാകാത്ത അവസ്ഥയിൽ മനുഷ്യൻ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ മനുഷ്യൻ ജന്മം കൊണ്ട് അവൻ എന്താണ്? വളരെ ദുർബലനാണ്. ഇവൻ ഈ കഴിവ്, ഈ പ്രാപ്തി അള്ളാഹു എങ്ങനെയാണ് നൽകുന്നത് എന്നതിനെ സംബന്ധിച്ച് അതിമനോഹരമായിട്ട് ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലാ തഅലമൂന ഷൈഅ, ഒന്നും തന്നെ അവൻ അറിയില്ല. എന്നിട്ട് അള്ളാഹ് എന്ത് ചെയ്തു? വജഅല ലക്കും, അവന് നൽകി. വജഅല ലക്കുമുസ് സമഅ, അവൻ അവന്റെ കേൾവി നൽകി. വൽ അബ്സാർ, അവന്റെ കാഴ്ച നൽകി. അതുപോലെ തന്നെ വൽ അഫ്ഇദ, അവിടെ മൂന്നാമതായാണ് ഹൃദയത്തെ എണ്ണീറ്റുള്ളത്. ഈ രണ്ട് ആയത്തുകളും തമ്മിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഒന്ന് പറഞ്ഞത് ജന്മം കൊണ്ട് ലാ തഅലമൂന ഷൈഅ, അല്ലാഹു സുബ്ഹാനഹു തആല ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവരുമ്പോൾ വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ഷൈഅ, ഒന്നും അറിയില്ല കേട്ടോ. ഒന്നും അറിയില്ല. ഓനൊരു വെറും എന്താണ്? അജ്ഞനായ ഒരുവനാണ് അവൻ. അങ്ങനെയുള്ള അവന് നാം കേൾവി നൽകി. ആദ്യം കേൾവിയാ നൽകി എന്നാ പറയുന്നത്. എന്താ ആദ്യം കേൾവി നൽകി എന്ന് പറയാൻ കാരണം? ഒരു പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു തആലക്ക് അറിയാം. എന്നാലും നമ്മൾ ഇന്ന് ഒരു ശാസ്ത്രീയമായി അനാലിസിസ് നടത്തുന്ന സമയത്ത്, അവലോകനം നടത്തുന്ന സമയത്ത് നമുക്കറിയാം ഏതൊരു ജീവിക്കും ആദ്യം ഉണ്ടാകുന്ന കഴിവ് കാഴ്ചയല്ല, മറിച്ച് എന്താണ്? കേൾവിയാണ്. കേൾവി എന്നുള്ളതാണ് ഏറ്റവും ആദ്യം പ്രാഥമികമായ ഒരു മനുഷ്യനുണ്ടാകുന്ന കഴിവുകളിൽ, സെൻസുകളിൽ ഒന്ന് എന്ന് നമ്മൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്കറിയാം. ജനിച്ചു വീണ ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് നമ്മുടെ ശബ്ദങ്ങളോട് റിയാക്ട് ചെയ്യും. പക്ഷെ ആ കുഞ്ഞിന് നമ്മളെ കാണാൻ കഴിയുകയില്ല. ആ കുഞ്ഞ് നമ്മളെ കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യുന്നില്ല. അവന്റെ കണ്ണുകൾ പ്രവർത്തനരഹിതമാണ്. കണ്ണുകളുണ്ട്, പക്ഷെ അവന്റെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്ന ബിംബങ്ങളെ തിരിച്ച് കൃത്യമായി പ്രതിബിംബിപ്പിക്കാൻ അവന്റെ തലച്ചോറിന്റെ വളർച്ച എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവന്റെ കാഴ്ച ആ രൂപത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം അവന്റെ സോഷ്യൽ സ്മൈൽ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവൻ മറ്റുള്ളവരെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ കുഞ്ഞ് പുഞ്ചിരിക്കും. കുഞ്ഞ് 2-3 ദിവസം അല്ലെങ്കിൽ 5-10 ദിവസം ആയത് മുതൽ അവൻ പുഞ്ചിരിച്ചു തുടങ്ങും. പക്ഷെ അവൻ എന്തോ നോക്കിയാണ് പുഞ്ചിരിക്കുന്നത്, നമുക്കറിയില്ല അവൻ എന്തിനാണ് പുഞ്ചിരിക്കുന്നത്. അവൻ കരയുകയും ചിരിക്കുകയും ചെയ്യുന്നത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്നാൽ അവൻ ഏകദേശം 3 മാസത്തിനോട് അടുക്കുന്ന സമയത്ത് അവന്റെ സോഷ്യൽ സ്മൈൽ ആരംഭിക്കും. ആ സോഷ്യൽ സ്മൈൽ എപ്പോഴാണ് ആരംഭിക്കുന്നത്? അവൻ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയാണ് അവന്റെ മുമ്പിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട മുഖം അവനോട് ഏറ്റവും അടുത്തൊരു മുഖമാണ് എന്നുള്ളതാണ്. ആ മുഖത്ത് നിന്ന് വരുന്ന വികാര വൈചാത്യങ്ങളെ അവന്റെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുപോയി, അവന്റെ ഹൃദയത്തിൽ കൊണ്ടുപോയി അതിന്റെ പ്രതിഫലനമായിട്ട് അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതിനാണ് സോഷ്യൽ സ്മൈൽ എന്ന് ശാസ്ത്രീയമായി പറയുന്നത്. അപ്പോൾ ആദ്യം കാഴ്ചയല്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആദ്യം ഉണ്ടാകുന്നത് കേൾവിയാണ്. അപ്പോൾ വജഅല ലക്കുമുസ് സമഅ, ഇനി മറ്റൊരു പരിധി കൂടെ കടന്ന് സയൻസ് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭാവസ്ഥയിൽ കുഞ്ഞുങ്ങൾ കേൾക്കുന്നു എന്നാണ്. നമ്മുടെ രാജ്യത്തെ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ എപ്പിക് പോംസ് ആയിട്ടുള്ള അഥവാ ഇതിഹാസ കാവ്യങ്ങളിൽ രണ്ടാമത് നിൽക്കുന്ന മഹാഭാരതം നമുക്കറിയാം. ഈ മഹാഭാരതമൊക്കെ ഇനി നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. മഹാഭാരതമൊക്കെ പഠിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഭാരതത്തിൽ ഒരു രംഗമുണ്ട്. അതായത് കൃഷ്ണൻ ദ്രൗപദിയെയും അതുപോലെ തന്നെ കൃഷ്ണൻ അർജുനനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉത്തരയെയും ഇരുത്തിക്കൊണ്ട് ഈ യുദ്ധതന്ത്രങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയാണ് പിന്നെ യുദ്ധതന്ത്രത്തിൽ അർജുനന് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ കഴിഞ്ഞ് അർജുനൻ ഒരു മൂളൽ മാത്രമായിട്ട് അവശേഷിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ മൂളൽ മാത്രമായിട്ട് അവശേഷിക്കുകയാണ്.
അപ്പോൾ അർജുനൻ ഉറങ്ങിയിട്ടുണ്ട്, ഉത്തരയും ഉറങ്ങിയിട്ടുണ്ട്, പക്ഷെ മൂളൽ ബാക്കി കേൾക്കുകയാണ്. അപ്പോൾ എവിടെ നിന്നാണ് മൂളൽ എന്ന് നോക്കുമ്പോൾ ഉത്തരയുടെ ഗർഭത്തിലുള്ള വയറ്റിലുള്ള അഭിമന്യു എന്ന് പറയുന്ന അർജുനൻ്റെ മകനാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ അവർ എടുത്തുകൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭാവസ്ഥയിൽ കുഞ്ഞുങ്ങൾ കേൾക്കും എന്നതിനാണ്. മനസ്സിലായല്ലോ. ഇതുപോലെയാണ് കൗരവരെ നമുക്കറിയാം എങ്ങനെയാണ് കൗരവരുണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ആ കൗരവരുടെ അമ്മ പിന്നെ ഗാന്ധാരി ഗർഭാവസ്ഥയിൽ അവരുടെ വയറ്റത്തടിക്കുകയും അത് മാംസപിണ്ഡമായി പുറത്തു ചാടുകയും അതിനെ 100 കഷ്ണങ്ങളായിട്ട് ഭരണിയിലിടുകയും എന്നിട്ട് അതിൽ നിന്ന് കുഞ്ഞുങ്ങൾ പിറക്കുകയും ചെയ്തതുകൊണ്ട് ലോകത്തെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളാണ് അവർ എന്നും ഇപ്പോൾ അവർ പറയുന്നുണ്ട്. അങ്ങനെ ധാരാളം ശാസ്ത്രത്തെ ഈ അർത്ഥത്തിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ഇനി കേൾക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു പക്ഷേ നമ്മുടെ മക്കൾ ഇനി അത് പഠിച്ചേ തീരൂ എന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വജഅല ലക്കുമുസ്സമ എന്നാണ്. ആദ്യം ഉണ്ടായത് കേൾവിയാണ് എന്നാണ്. അങ്ങനെ കേട്ട എന്താണ് കേൾക്കേണ്ടത്? എന്താണ് ഒരു മനുഷ്യൻ ആദ്യം കേൾക്കേണ്ടത്? നമുക്കറിയാം, വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് നിർബന്ധമുണ്ട്. നമ്മളൊരു കുഞ്ഞിനെ ആദ്യം കേൾപ്പിക്കുന്ന വാക്കെന്താണ്? ഒരു തർക്കമില്ല. നമ്മൾ ആദ്യം ഒരു കുഞ്ഞിനെ നമ്മളുടെ കയ്യിൽ കിട്ടിയാൽ അവരെ കേൾപ്പിക്കുന്ന വാക്ക് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നതാണ്. എന്താണത്? കേവലം യാദൃശ്ചികമായി ചെയ്യുന്നതാണോ? അല്ല. അവൻ ഭൂമിയിൽ വന്ന ശേഷം ആദ്യമായിട്ട് മനഃപൂർവ്വമായി കേൾക്കുന്ന വാക്ക് എന്താവണം എന്ന് നമുക്ക് ശാഠ്യമുണ്ട്, നിർബന്ധമുണ്ട്. അത് അള്ളാന്റെ നാമമാകണം എന്ന് നിർബന്ധമുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന വാക്കാണ് നമ്മൾ. അത് പര്യവസാനിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന കലിമത്ത് തൗഹീദിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഭാഗം കൂടെ അവന് പറഞ്ഞു വെച്ചുകൊണ്ടാണ്, അതിലേക്ക് അവനെ നയിച്ചുകൊണ്ടാണ്, അവന്റെ ജന്മം കൊണ്ട് തന്നെ അവനെ കൈപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ അവനെ മുന്നോട്ട് കൊണ്ടുപോരുന്നത് എന്നുള്ളത്. ആ ഒരു കാര്യത്തിൽ അതിന്റെ സനദിൽ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ ബാങ്ക് കൊടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ. പക്ഷെ മത്തിന് ശരിയായതുകൊണ്ട് പല പണ്ഡിതന്മാരും അത് തള്ളിക്കളഞ്ഞിട്ടില്ല. ബാങ്ക് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നതിലാണ് നിൽക്കുന്നത്. ബാങ്ക് കൊടുക്കൽ ഒരു നിർബന്ധ പ്രവർത്തനമായിട്ടൊന്നും വിലയിരുത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ എന്നാലും അതിലൊരു ശരിയുണ്ടല്ലോ. എന്താണ് ആ ശരി? ഒരു കുഞ്ഞ് ജനിച്ച പാട് തന്നെ അവൻ ആദ്യം കേൾക്കേണ്ട വാക്ക് ആരുടെ വാക്കായിരിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന നാമമായിരിക്കണം. അപ്പൊ അവൻ ആദ്യം അത് കേൾക്കുകയാണ്. വജഅല ലക്കുമുസ്സമ. പിന്നെ അവന്റെ അനുഭവം അവന്റെ കാഴ്ചയിലേക്ക് വരികയാണ്. ആ കാഴ്ച അവൻ കാണുന്നത് എന്താണ്? അവന്റെ ഏറ്റവും നല്ല മാതാപിതാക്കളെ അവന്റെ അടുത്ത് സമീപത്തെ കാണുകയാണ്. അതാണ് വൽ അബ്സാർ. അവന്റെ കാഴ്ച വരികയാണ്. ഈ കേൾവിയും ഈ കാഴ്ചയും സമ്മേളിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് അഫ്ഇദ എന്ന് പറയുന്ന ഒരു വല്ലാത്ത അവസ്ഥ. എന്താണ് അഫ്ഇദ? ഹൃദയമാണ്. അപ്പോൾ കേൾവി നന്നായവന്റെ, കാഴ്ച നന്നായവന്റെ ഹൃദയവും എന്താകും? നന്നാകും. കേൾവി മോശമായവന്റെ, കാഴ്ച മോശമായവന്റെ ഹൃദയവും മോശമായിരിക്കും. ഒരു തർക്കം അക്കാര്യത്തിലില്ലല്ലോ. അള്ളാഹു നമ്മെ പഠിപ്പിച്ച കൃത്യമായ ഒരു കാര്യമാണ്. എന്താണ്? വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമുന ശൈഅ. ഒന്നും അറിയില്ല. അവിടെയാണ് അള്ളാഹ് നമുക്ക് വജഅല ലക്കുമുസ്സമ, ആ കേൾവി നൽകി. കേൾവിയിൽ എന്താ കേൾക്കേണ്ടത്? അള്ളാഹിനെ കുറിച്ച് കേൾക്കണം. ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിഹി ഫസല്ല എന്ന് അള്ളാഹ് പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. അള്ളാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ ഒരു മനുഷ്യനിൽ ഉണ്ടാകണമെങ്കിൽ അവന്റെ കേൾവി നന്നാകണം, അവന്റെ കാഴ്ച നന്നാകണം. ഇത് രണ്ടും സംയോജിപ്പിക്കുമ്പോൾ അവനൊരു നല്ല ഹൃദയമുണ്ടാകും. അപ്പോൾ ആ അഫ്വീദ നന്നാവുകയും ആ അഫ്വീദ വെച്ച് അവൻ കാര്യങ്ങളെ ഗ്രഹിക്കാൻ ആരംഭിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഹൃദയം നാം നിങ്ങൾക്ക് തന്നില്ലേ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ചോദിക്കുക ലഹും കുലൂബുൻ, അവനൊരു ഹൃദയം കൊടുത്തിട്ട് അവൻ എന്ത് ചെയ്തില്ല? ലാ യഫ്ഖഹൂന ബിഹാ, അതിനെപ്പറ്റി ആലോചിക്കാൻ അവൻ തയ്യാറായില്ല, ഗ്രഹിക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ടാണ്? ഹൃദയം ഗ്രഹിക്കാൻ ആവശ്യമുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. നോക്കിങ്ങൾ, നമ്മൾ 2 രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കാമെന്നാണ്. തിങ്ക് ട്വൈസ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. തിങ്ക് ട്വൈസ്, 2 വട്ടം ആലോചിക്കുക എന്നാണ്. 2 വട്ടം ആലോചിക്കുക എന്നാണ് ഒരു മനുഷ്യൻ 2 കാര്യങ്ങൾ കൊണ്ട് ആലോചിക്കാൻ പറ്റും. മനുഷ്യൻ 1 ആലോചിക്കുന്നത് അവൻ്റെ തലച്ചോറ് കൊണ്ടാണ്, 2 ആലോചിക്കുന്നത് അവൻ്റെ ഹൃദയം കൊണ്ടാണ്. ഇത് രണ്ടും 2 റിസൾട്ടാണ് കേട്ടോ കിട്ടുക. തലച്ചോറ് കൊണ്ട് ആലോചിച്ചാലും ഹൃദയം കൊണ്ട് ആലോചിച്ചാലും ചില കാര്യങ്ങളിൽ 2 റിസൾട്ടാണ് കിട്ടുക. ഉദാഹരണത്തിന് എടുത്താൽ, വാർദ്ധക്യത്തിലെത്തിയ ബാപ്പയെ ഉമ്മയെ സംരക്ഷിക്കുന്നതിനെ പറ്റി തലച്ചോറ് വെച്ച് ആലോചിച്ചാൽ അവൻ എന്താ റിസൾട്ട് കിട്ടുക? അവരുടെ ATM എക്സോസ്റ്റായി അല്ലേ? അവരുടെ പൈസ എക്സോസ്റ്റായി. കാരണം ഇന്ന് അവർ എനിക്ക് പൈസ തരേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണം?
അവർക്ക് പൈസ കൊടുക്കണം. അവരുടെ ആശ്രയം എനിക്ക് ആവശ്യമില്ലെന്ന്. അവരെന്നെ ഇന്ന് എന്ത് ചെയ്യേണ്ടതില്ല, സംരക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല. എനിക്ക് പ്രാപ്തമായ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്ക് സ്വന്തമായി ജോലിയുണ്ട്, വരുമാനമുണ്ട്, കുടുംബമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. എനിക്ക് എൻ്റെ ബാപ്പയും അമ്മയും ഇന്നൊരു അധികപ്പറ്റാണ്. അങ്ങനെ ഞാൻ ബുദ്ധി ഉപയോഗിച്ച് എൻ്റെ തലച്ചോറ് ഉപയോഗിച്ച് ആലോചിച്ചാൽ നഷ്ടക്കച്ചവടമാണ്, പൂട്ടേണ്ട ഫാക്ടറിയാ, അത് അടച്ചു പൂട്ടണം എന്നാണ് അവൻ്റെ മനസ്സിലുണ്ടാകുക. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ചിന്തിക്കാൻ പറഞ്ഞ എന്താ? കൽബ് കൊണ്ടാണ്, ഹൃദയം കൊണ്ടാണ് ചിന്തിക്കാൻ പറഞ്ഞത്. ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. നമ്മെ ഏത് വിധത്തിലായിരുന്നോ നമ്മൾ ചെറുപ്പമായിരുന്ന സമയത്ത്, കണ്ടോ, ലാ തഅലമൂന ഷൈഅ, ഒരു ചുക്കും അറിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെ കൈപിടിച്ച് കൊണ്ടുവന്ന് നടന്നവരാണ് അവർ നമുക്ക് നല്ല സമ നൽകിയവരാണ്, അവർ നമുക്ക് നല്ല അബ്സാർ നൽകിയവരാണ്, അതിലൂടെ നമ്മുടെ ഹൃദയത്തെ സമ്പന്നമാക്കിയവരാണ് നമ്മുടെ മാതാപിതാക്കൾ. ആ മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യത്തിൽ ഒരു കാരണവശാലും കൈവിട്ടുകൂടാ എന്നൊരു മനുഷ്യന് ബോധമുണ്ടാവണമെങ്കിൽ അവന്റെ ഹൃദയത്തിലൂടെ അവൻ ചിന്തിച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ അള്ളാഹിനെ കുറിച്ച് ആലോചിക്കാൻ ആദ്യം നിങ്ങൾക്ക് ആവശ്യം എന്താ? തലച്ചോറല്ല, എന്താ വേണ്ടത്? ഹൃദയമാണ് എന്നർത്ഥം. കാര്യം നമുക്കിതൊക്കെയും അവൻ സംവിധാനിച്ചു തന്നില്ലേ, നമുക്കിതൊക്കെയും ഈ സർവസ്വവും അവൻ നമുക്ക് സൃഷ്ടിച്ചു തന്നില്ലേ, ഇതൊക്കെയും നമുക്ക് വേണ്ടിയല്ലേ അവൻ ഒരുക്കിയിട്ടുള്ളത് എന്ന ചിന്താഗതിയിൽ നിന്നാണ് അള്ളാഹു പറയുന്നത് ലഹും കുലൂബുൻ, അവർക്ക് ഹൃദയം നൽകി, എന്നാൽ ലാ യഫ്ഖഹൂന ബിഹാ, അവരത് വെച്ച് ഗ്രഹിച്ചില്ല, ഉറ്റാലോചിച്ചില്ല. അങ്ങനെ ഉറ്റാലോചിച്ചിരുന്നെങ്കിൽ ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാത്ത്, അവിടെ ആയാത്ത് ഉണ്ടാവും. ലി ഉല്ലിൽ അൽബാബ് എന്നാണ് അവിടെ പറഞ്ഞത്. അൽബാബ് ആരാണ് അൽബാബ്? അൽബാബ് എന്ന് പറഞ്ഞാൽ ധാരാളം ഡിഗ്രികളുള്ള പണ്ഡിതനാണോ അൽബാബ്? ധാരാളം പുസ്തകങ്ങൾ വായിച്ചവനാണോ അൽബാബ്? അല്ല, അവന്റെ ഹൃദയം അത്രയും വിശാലമാകുന്നവനാണ് അൽബാബ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ അൽബാബിനോടാണ് അവിടെ സംവദിക്കുന്നത് എന്നർത്ഥം. നീ മനസ്സിലാക്കുന്നില്ലേ ഇതൊക്കെയും നിനക്ക് വേണ്ടി നാം സൃഷ്ടിച്ചു നൽകിയതാണ് എന്ന്? എന്നിട്ട് ലഅല്ലക്കും തഷ്കുറൂൻ, നിനക്ക് നന്ദി കാണിച്ചൂടെ എന്ന് വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഇതൊക്കെയും നിനക്ക് നാം നൽകിയില്ലേ, എന്നോടൊന്ന് നന്ദി കാണിച്ചൂടെ എന്ന ചോദ്യം പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ വെക്കുകയാണ്. ഈ ആയത്തിൽ തുടർന്ന് പറയുകയാണ്, എന്താണ്? വലഹും അയ്യുനിൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുനിൻ, എന്നിട്ട് കണ്ണുകൾ നൽകി. നിനക്ക് നോക്കിക്കൂടായിരുന്നോ? ലാ യുബ്സിറൂന ബിഹാ, എന്നാ നീ കാണേണ്ടതൊന്നും കണ്ടില്ല, കാണേണ്ട രൂപത്തിൽ കണ്ടില്ല എന്നർത്ഥം. വലഹും ആദാനുൻ, നിനക്ക് ചെവികൾ നൽകിയില്ലേ നാം. ലാ യസ്മഊന ബിഹാ, കേൾക്കേണ്ടതൊന്നും നീ കേട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള കാഴ്ചകൾ നിന്റെ മുമ്പിൽ ഒരുക്കി തന്നു, ഇതൊക്കെയും സർവസ്വം പടച്ച് മുന്നിൽ വെച്ച് തന്നു, പക്ഷെ നീ അത് കാണേണ്ട രീതിയിൽ കണ്ടില്ല. നോക്കൂ, നമ്മൾ ബിഗ് ബാങ് തിയറിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നവരാണ് നമ്മൾ. എന്താണ് ബിഗ് ബാങ് തിയറി? ഒരു സുപ്രഭാതത്തിൽ ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു പുതിയ ഗ്രഹമുണ്ടായെന്നും ആ ഗ്രഹത്തിന്റെ പേരാണ് ഭൂമി എന്നും ആ ഭൂമിയിൽ കാലങ്ങളോളം ആസിഡ് മഴ പെയ്തുവെന്നും അതിനുശേഷം വെള്ളത്തിൽ ജീവജാലം ഉണ്ടായി എന്നും ആ ജീവജാലം പിന്നീട് ആ പരിണാമ സിദ്ധാന്തത്തിന്റെ പരിണിത ഫലമായിട്ട് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് അങ്ങനെ പരിണാമം സിദ്ധിച്ച് അവസാനം കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായി എന്നുമാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത്. സാമൂഹ്യശാസ്ത്രത്തിൽ നമുക്ക് അങ്ങനെ പഠിക്കാനല്ലാതെ കഴിയുകയില്ല. ചാൾസ് ഡാർവിന്റെ പ്രേതം അതിൽ വളരെ കൃത്യമായിട്ട് കൂടിയിരിക്കുകയാണ്. അതിൽ നമുക്ക് നിന്ന് മോചനമില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് എന്താ? അങ്ങനെയൊന്നുമല്ല നമ്മുടെ സൃഷ്ടിപ്പ് എന്നാണ്. അങ്ങനെയൊന്നുമല്ല ഭൂമിയുടെ സൃഷ്ടിപ്പ് എന്നാണ്. അങ്ങനെയൊന്നുമല്ല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് എന്നാണ്. ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ, നമ്മെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹുക്ക് ആരാധനകൾ ഇറക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. പക്ഷെ ആരാധനകൾ എങ്ങനെയായിരിക്കണം? സർവസ്വവും സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന അല്ലാഹുവെ അറിഞ്ഞ് ആരാധിക്കണം എന്നർത്ഥം. അതിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ഹൃദയം ഗ്രഹിക്കുന്നതാവണം, നമ്മുടെ കണ്ണുകൾ കാഴ്ചയുള്ളതാകണം, നമ്മുടെ ചെവികൾ, ആദാനുകൾ അതിലെന്തുണ്ടാകണം? യസ്മഊന ബിഹാ, പക്ഷെ കേട്ടില്ലട്ടോ, കേൾക്കുന്നതാവണം. അങ്ങനെ അല്ലാത്ത ആളുകളെ നാം തുടങ്ങി വെച്ചത് എന്താണ്? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്ന, പക്ഷേ ആ ഉത്കൃഷ്ടത കൈമോശം വരുത്തുന്ന കൽ അനാമായിട്ട് അവൻ അതപ്പതിച്ചു പോവുകയാണ്. എന്താ അനാം? മൃഗതുല്യനായിട്ട് മനുഷ്യൻ മാറുകയാണ്. മൃഗത്തെ പോലെ അവൻ മാറുകയാണ്. അവൻ മനുഷ്യനായിരുന്നെങ്കിൽ അവന്റെ ഹൃദയം കൊണ്ട് അവൻ ഉറ്റാലോചിക്കുമായിരുന്നു. അവൻ മനുഷ്യനായിരുന്നെങ്കിൽ അവന്റെ കണ്ണുകൾ കൊണ്ട് അവൻ കാണേണ്ടത് കാണുമായിരുന്നു. അവൻ മനുഷ്യനായിരുന്നെങ്കിൽ അവന്റെ ചെവികൾ കൊണ്ട് അവൻ കേൾക്കേണ്ടത് കേൾക്കുമായിരുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ അറിയുമായിരുന്നു. പക്ഷെ അങ്ങനെ അറിയാത്തവനുണ്ടല്ലോ, അവൻ ആരെ പോലെയാ? ഉലൈക, ആ കൂട്ടരുണ്ടല്ലോ, കൽ അനാം, അവർ മൃഗങ്ങളെ പോലെയാണ്. നോക്കണം,
ഇവിടെ അത് പറഞ്ഞു നിർത്തിയില്ല കേട്ടോ അല്ലാഹു സുബ്ഹാനഹു തആല. ബൽ എന്നാൽ പറയട്ടെ, ബട്ട് പക്ഷേ എന്താണത്, ഹും അളല്ല് അതിനേക്കാൾ അതപ്പച്ചവരാ. മൃഗത്തിന് പോലും നമ്മളങ്ങനെ പറയാറുണ്ടല്ലോ, കഴുതക്ക് പോലും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് പറയാറുണ്ട്. അതിനേക്കാൾ അതപ്പതിച്ചതാണ് എന്ന അർത്ഥത്തിലാണ് അള്ളാഹു ഇവരെ വിവക്ഷിച്ചിട്ടുള്ളത്. നോക്കി നിങ്ങൾ, നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടുപോകുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതാണ്. എല്ലാവരും ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്, എല്ലാവരും ജീവിച്ചിട്ടുണ്ട്, എല്ലാവരും മരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ കേവലമായ ജനനത്തിലൂടെ, കേവലമായ ജീവിതത്തിലൂടെ, കേവലമായ മരണത്തിലൂടെ കടന്നു പോകേണ്ടവനാണോ ഒരു വിശ്വാസി എന്ന് നമ്മൾ വളരെ കുലങ്കുഷമായിട്ട് ആലോചിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. സൂറത്ത് ഫാത്തിഹയിലേക്ക് തിരിച്ചു വന്നാൽ അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയുന്നത് എന്തിനാണ് എന്ന് അവിടെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അത് 3-4 ആയത്തുകളുടെ താഴെ പറഞ്ഞിട്ടുള്ളത് ഇഹ്ദിന നമുക്ക് ആക്കി തന്നിട്ടുണ്ട്. എന്താണത്? സിറാത്തുൽ മുസ്തഖീം, ഏറ്റവും ചൊവ്വായ പാതയിൽ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹി അഖ്വം, ഏറ്റവും ചൊവ്വായ പാതയിൽ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആവുമോ? ഇല്ല. അങ്ങനെ ആകണമെങ്കിൽ എന്ത് വേണം? അവിടെയാണ് ഖുർആന്റെ ആവശ്യകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്തണമെങ്കിൽ നമ്മൾക്ക് ഖുർആൻ കൂടിയേ തീരൂ എന്നർത്ഥം. അതുകൊണ്ടാണ് മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിച്ചമായിട്ട് ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ നൽകിയത് എന്നുള്ളതാണ്, ഹുദൽ ലിന്നാസ് ആയിട്ട്. മറ്റൊരായത്ത് നമുക്കറിയാം, ദാലിക്കൽ കിതാബ്, ഈ കിതാബിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടില്ലേ? ഇതെന്താണ്? ലാ റൈബ ഫീഹി, ഒരു സംശയമില്ല കേട്ടോ. എന്താണ്? ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഹുദയുണ്ട്. അപ്പൊ ആരാണ് മുത്തഖി എന്നുള്ളതാണ്. ആ മുത്തഖി സിറാത്തുൽ മുസ്തഖീമിലായവനാണ് മുത്തഖി. ആ സിറാത്തുൽ മുസ്തഖീം എന്താണ്? അതും അതേ സൂറത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാക്യമാണ്. അതെന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്ത് മാത്രമാണ്? ലോകം പരിപാലിച്ചു പോരുന്നവൻ, ലോകത്തെ സർവസ്വം നൽകി തരുന്നവൻ, എല്ലാം തീർത്ത് സൃഷ്ടിച്ചവൻ, എല്ലാത്തെയും നിയന്ത്രിച്ച് പരിപാലിച്ചു പോരുന്നവൻ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആ അല്ലാഹുവെ മാത്രമേ നാം ആരാധിച്ചുകൂടൂ. അവനെ മാത്രമേ നാം സഹായം തേടിക്കൂടൂ എന്നർത്ഥം. ഈ മാത്രം എന്ന പദത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് ഈ റമളാനിൽ 17-ന് നമ്മെ കാത്തിരിക്കുന്ന ഒരു സുലഭ ദിനമുണ്ട്. ആ ദിനം ബദർ ദിനമാണ്. ആ ബദർ ദിനത്തിന്റെ പ്രത്യേകത എന്താണ്? ബദർ എന്ന് പറയുന്ന ഒരു യുദ്ധത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ മാത്രം എന്ന പേരിൽ മാത്രം യുദ്ധം നടന്നിട്ടുള്ള ഒരു യുദ്ധമാണെന്ത്? ബദർ യുദ്ധം എന്ന് പറയുന്നത്. അബൂജഹലിന് അള്ളാഹുവിനെ സംബന്ധിച്ച് സന്ദേഹമൊന്നുമില്ല, ഉണ്ടോ? ഇല്ല. അബൂജഹലിനും കൂട്ടരിനും അള്ളാഹുവിനെ സംബന്ധിച്ച് സന്ദേഹമില്ല. അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും അള്ളാഹുവെ മാത്രമേ ആരാധിച്ചുകൂടൂ എന്ന് പറഞ്ഞവരാണ്. അതാണ് വ്യത്യാസം. ആ മാത്രം എന്നുള്ളതിലാണ് വലിയ വ്യത്യാസമുള്ളത്. അതൊരു വലിയ വ്യത്യാസം തന്നെയാണ്. ആ വ്യത്യാസം ചെറുതല്ല. അതിന്റെ പുറത്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആ പ്രഖ്യാപനം തന്നെയാണ് വലുത്. അത് ഖുർആൻ മനസ്സിലാക്കുന്നവന് മാത്രം പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതിന്റെ പേരിലാണ് ബദറുകൾ ഉണ്ടായിട്ടുള്ളത്. ഇനിയും ബദറുകൾ ഉണ്ടാകാൻ പോകുന്നത് അതിന്റെ പേരിലാണ്. ബദറുകൾ കാലാനുഗതമായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു പക്ഷേ സാന്ദർഭികമായി സാഹചര്യവശാൽ ആദ്യമുണ്ടായ ബദർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പുണ്യപ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ അത് നമുക്കൊരു പാഠമായിക്കൊണ്ട് ധാരാളം പാഠങ്ങൾ, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, ഒരു പക്ഷേ ആ വിഷയം കഴിഞ്ഞു പോയിട്ടുണ്ടാകും. ആ ധാരാളം പാഠമായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എണ്ണത്തിൽ കുറവ് ഒരു വിഷയമല്ല എന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ സമ്പത്തില്ലായ്മ, നിങ്ങളുടെ ആയുധങ്ങളില്ലായ്മ, നിങ്ങളുടെ പോരായ്മ ഒരിക്കലും ഒരു വിഷയമല്ല. മറിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത നിങ്ങൾ അള്ളാഹുവെ മാത്രം ആരാധിക്കുന്നതാണ് എന്നുള്ളത് പ്രഖ്യാപിക്കുന്ന വലിയ ഉച്ചസ്ഥൈര്യം വിളിച്ചോതുന്ന ഒരു വലിയ ഘട്ടമാണ്, രംഗമാണ് ബദർ എന്നത് നമുക്കറിയാം. അപ്പോൾ ബദറുണ്ടായതും യുദ്ധങ്ങളുണ്ടായത്, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത് ഒരേ ഒരു പദത്തിൻ്റെ മേലെയാണ്, മാത്രം എന്ന പദം. ആ മാത്രം എന്ന പദത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അള്ളാഹുവെ മാത്രമേ നാം ആരാധിക്കൂ. കാരണം ഇതിന് വേറൊരാൾക്കും കഴിയില്ല എന്നതിനെ സംബന്ധിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ആയത്ത് എന്നർത്ഥം.
അങ്ങനെ അല്ലാത്തവനെയാണ് ഉലായിക കൽ അനാം എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അല്ല, അതിനേക്കാളും അതിനേക്കാൾ മോശമാണ്. ബൽഹും ഫി അളല്, അത് വളരെ മോശമാണ് എന്നർത്ഥം. ബൽഹും അളല് എന്ന ആ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഉലായിക ഹുമുൽ ഗാഫിലൂൻ, അവർ ഒഫലത്തിലാണ് എന്നാണ് പറഞ്ഞത്. എന്താ ഒഫലത്ത് എന്ന് പറഞ്ഞ പദത്തിനർത്ഥം? ഒഫലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധ, അജ്ഞത എന്നൊക്കെയാണ്. അപ്പൊ അജ്ഞാനമുള്ളവനല്ല ഈ മൃഗമായി മാറുക എന്നത് വളരെ കൃത്യമാണ്. അപ്പൊ പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ, പരിശുദ്ധ ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ നമ്മെ ജ്ഞാനത്തിന്റെ മാർഗത്തിലേക്ക് വഴി നടത്തുക എന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആദ്യത്തെ കൽപ്പന എന്തായിരുന്നു നമുക്കൊക്കെയും അറിയാം. ആദ്യത്തെ കൽപ്പന എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി നൽകുന്ന സമയത്ത് ആദ്യമായി നൽകിയ കൽപ്പന എന്ന് പറയുന്നത്, നിങ്ങൾ ആ സമയത്തുണ്ടായിരുന്ന ആ വഴിവിട്ട ജീവിതം അവസാനിപ്പിക്കണം എന്നതല്ല. നിങ്ങൾ ആ സമയത്തുണ്ടായിരുന്ന യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം എന്നതായിരുന്നില്ല. നിങ്ങൾ ആ സമയത്തുണ്ടായിരുന്ന അരാജകത്വത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വ്യവസ്ഥിതി, സാമൂഹ്യ വ്യവസ്ഥിതി ഇല്ലാതാക്കണം എന്നതായിരുന്നില്ല. മറിച്ച് ഇതൊക്കെയും സാധ്യമാകുന്ന ഒരൊറ്റ പ്രയോഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ആ ഒരു വാക്ക് വന്നാൽ, അതായത് വെളിച്ചം വന്നാൽ ഇരുട്ടകലും എന്ന് പറഞ്ഞതുപോലെ, വെളിച്ചം വന്നാൽ ഇരുട്ടില്ലാതെയാകും എന്ന് പറഞ്ഞതുപോലെ ഒരൊറ്റ വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. ആ പദം ഇഖ്റ എന്നതാണ്. ഇഖ്റ എന്ന പദത്തിൽ നിന്ന് എല്ലാ അരാജകത്വവും, എല്ലാ അധാർമികതയും, എല്ലാ അസാംസ്കാരികതയും തച്ചുടച്ചു വാർക്കപ്പെടും, അത് ഒഴിവാക്കപ്പെടും, ഉന്മൂലനം ചെയ്യപ്പെടും എന്ന് കൃത്യമാണ് എന്നത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് അവിടെ നിർത്തിയില്ല. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അല്ലമൽ ഇൻസാന മാലം യഅലം, അവൻ അറിയാത്ത കാര്യങ്ങൾ അല്ലാഹു പഠിപ്പിച്ചു. അതാണ് അങ്ങ് അർശിൽ നടന്നത്. അവൻ അറിയാത്ത കാര്യങ്ങൾ, ആദമിന് അറിയാത്ത കാര്യങ്ങൾ, അസ്മാ കുല്ലഹ, അല്ലമ ആദം അസ്മാ കുല്ലഹ, എല്ലാം തന്നെ അവന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ പഠിപ്പിച്ചിട്ട് അവനെ ഇവിടെ വിട്ടിട്ട് അവനോട് പറഞ്ഞു, നീ ഇതൊക്കെയും കണ്ടെത്തി അള്ളാഹുവിന് ആരാധനകൾ അർപ്പിച്ചു മുന്നോട്ട് പോവുക. പക്ഷേ അങ്ങനെ പോകാൻ മനുഷ്യകുലം തയ്യാറാകാതെ അവൻ നന്ദി കെട്ടവനായി, അവൻ പുറംതിരിഞ്ഞു നിൽക്കുന്ന അബാവസ്തക്ബർ എന്ന് പറയുന്ന ശൈത്താന്റെ കൂട്ടത്തിൽപ്പെടുന്ന വിഭാഗമായി അധപ്പതിച്ചതിൻ്റെ പരിണിത ഫലമാണ് നാം നമ്മുടെ ചുറ്റും കാണുന്ന ഈ മൂല്യച്യുതി എന്നർത്ഥം. ആ മൂല്യച്യുതിയിൽ നിന്ന് മനുഷ്യരെ കരകയറ്റാൻ ലോകത്ത് ഒരു സംഗതിക്ക് മാത്രമേ സാധിക്കൂ. അതാണ് പരിശുദ്ധ ഖുർആൻ എന്നർത്ഥം. അപ്പം നമ്മൾ ഈ റമദാനിൽ നമ്മൾ ഒത്തുകൂടുന്ന സമയത്ത്, റമദാനിൻ്റെ പോരിശയെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത്, റമദാനിൽ നമ്മൾ നോമ്പുകൾ നോറ്റ് ആരാധനകൾ കൂടുതലായി വർദ്ധിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ ഉറ്റാലോചിക്കേണ്ടത് പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചാണ്. ആ ഖുർആൻ എങ്ങനെയാണ് ചൊവ്വായ മാർഗത്തിൽ നമ്മെ നയിക്കുക എന്നതിനെ സംബന്ധിച്ചാണ്. അല്ല എങ്കിൽ നമ്മുടെ എല്ലാം തന്നെ നഷ്ടത്തിൽ പെട്ടുപോകും. ഞാൻ നേരത്തെ ഓതിയ ആയത്തിൻ്റെ പരിച്ഛേദമായിട്ട് മറ്റൊരായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. സൂറത്തുൽ മുൽക്കിൽ 10-ാമത്തെ ആയത്ത്. വഖാലു, അങ്ങ് നാളെ നരകത്തിൻ്റെ അവകാശികളായി തീരുന്ന സമയത്ത് അവർ പറയുന്നൊരു വാക്കുണ്ട്, ലൗ കുന്നാ നസ്മഉ ഔ നഅകിലു മാ കുന്നാ ഫി അസ്ഹാബി സഈർ. വലിയ നാശത്തിലേക്ക് അവർ എത്തിയപ്പോൾ അവർ പറയും, ഞങ്ങൾ കേട്ടില്ലട്ടോ, ഞങ്ങൾ കേൾക്കാൻ തയ്യാറായില്ല, ഞങ്ങൾ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കാനും തയ്യാറായില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ വലിയ നാശത്തിൽ നിന്ന് ഞങ്ങൾക്ക് കരകയറാൻ സാധിക്കുമായിരുന്നു എന്നാണ്. പക്ഷെ നമുക്കറിയാം അതിന് മരണത്തോടുകൂടി വിരാമമാവുകയാണ് എന്ന് നമുക്കറിയാം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, അത് എപ്പം എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഐനമാ തകൂനു യുദ്രീകുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജി മുശയ്യദ. നാം ഏത് കോട്ടയ്ക്കകത്ത് ഒളിച്ചിരുന്നാലും ഒരു നാൾ മരണം നമ്മെ പിടികൂടുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. പക്ഷെ മരണം വന്നെത്തുന്നതിന് മുമ്പ്, ആ ഒരു മരണത്തിൻ്റെ വേള എത്തുന്നതിന് മുമ്പ് പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അതിൻ്റെ കൃത്യമായ അർത്ഥതലങ്ങളിലേക്ക് നാം വിഹരിക്കുകയും അതിലൂടെ നമ്മുടെ സൃഷ്ടാവിനെ അറിയുകയും ചെയ്യുക എന്നതാണ് നമ്മിൽ നിക്ഷിപ്തമായ കർത്തവ്യം. ആ കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അവൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇഹത്തിലും പരത്തിലും ഖൈറ് പ്രദാനം ചെയ്യുകയും ഷർറ് നമ്മിൽ നിന്ന് ദൂരക്കളയും ചെയ്യുമാറാകട്ടെ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും അവൻ നമുക്ക് ദൂരീകരിച്ച് തരുമാറാകട്ടെ.
നമ്മുടെ ഇടയിൽ നിന്ന് രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഞങ്ങളുടെ രാജ്യത്തിന് സമാധാനത്തെ നിലനിർത്തി തരണമേ നാഥ. ഞങ്ങളുടെ രാജ്യത്തിന് ശാന്തിയെ നിലനിർത്തി തരണമേ നാഥ. ഞങ്ങളുടെ രാജ്യത്തെ ഫാഷിസ്റ്റുകളുടെ അക്രമത്തെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ നാഥ. ഞങ്ങളുടെ രാജ്യത്തെ സാംസ്കാരിക മൂല്യച്യുതികളിൽ നിന്ന് ഞങ്ങളുടെ സന്താനങ്ങളെ നീ സംരക്ഷിച്ചു നിർത്തണമേ നാഥ. അധാർമികമായ മാർഗങ്ങളെ തൊട്ട് അവരെ നീ കാത്തുരക്ഷിക്കണമേ നാഥ. ലോകത്ത് ധാരാളം മനുഷ്യർ നാഥ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണമേ നാഥ. നാഥ, ഫലസ്തീനിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ മരിച്ചു വീഴുകയാണ് നാഥ, പട്ടിണി കൊണ്ട് മരിക്കുകയാണ് നാഥ. നീ അവർക്ക് സമാധാനത്തെ നൽകണമേ നാഥ. നാഥ, നീ അവർക്ക് അഭയം നൽകണമേ നാഥ. അവർക്ക് നീ സുരക്ഷിതത്വം നൽകണമേ നാഥ. അവരിൽ നിന്ന് പോരാടി മരിച്ച ആളുകൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. അവർക്ക് നീ ഷഹീദിൻ്റെ കൂലി നൽകണമേ നാഥ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് ചേർക്കണമേ നാഥ. ഈ പവിത്രമായ നോമ്പ്, പരിശുദ്ധമായ നോമ്പ് മുഴുവൻ നോൽക്കുവാനുള്ള ശാരീരികവും മാനസികവുമായ അവസ്ഥയെ നീ ഞങ്ങൾക്ക് നൽകണമേ നാഥ. ഞങ്ങളുടെ ഇബാദത്തുകൾ പരിപൂർണമായി എടുക്കുവാനുള്ളൊരു അവസ്ഥയെ നീ ഞങ്ങൾക്ക് സംജാതമാക്കി തരണമേ നാഥ. ഞങ്ങളുടെ ഇബാദത്തുകളിൽ വരുന്ന ന്യൂനതകൾ പുറത്ത് ഞങ്ങൾക്ക് കൃത്യമായ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ നാഥ. നാഥ, നീ ഞങ്ങളെ കൈവിടല്ല നാഥ. നീ നൽകിയത് തടയാൻ ആരുമില്ല, നീ തടഞ്ഞത് നൽകാനും ആരുമില്ല. നീ ഞങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണമേ നാഥ. ഖൈറായതെല്ലാം നൽകുകയും ഷർറായതെല്ലാം ഞങ്ങളിൽ ദൂരെ കളയും ചെയ്യണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ സിരിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുരിയാതിനാ ഖുറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعانا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله.